ഇത് നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ് ഡേ ആണ് കേട്ടോ. കുട്ടാപ്പനെയും ലൂക്കാനെയും കൊണ്ട് നമ്മൾ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോവാണ്. കുട്ടാപ്പന് ഓൺലൈനിൽ ബാഗ് ഓൾറെഡി ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ലൂക്കയ്ക്ക് ബാഗ് മേടിക്കണം. പിന്നെ 2 പേർക്കും ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ് അങ്ങനത്തെ ഒക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കുരിയച്ചിറയിലുള്ള നെല്ലിശ്ശേരി സ്റ്റോഴ്സിലേക്കാണ്. ഈ ഒരു ഷോപ്പോട് വന്നേ പിന്നെ നമുക്കിപ്പോൾ തൃശ്ശൂർക്ക് പോകേണ്ടോ യാതൊരു ആവശ്യമില്ല. എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും. ഗിഫ്റ്റ് കൊടുക്കാനുള്ളത്, അതേപോലെ പഴയ പാത്രങ്ങൾ മാറ്റിയെടുത്ത് പുതിയത് മേടിക്കാം, എല്ലാം നമുക്ക് ഇവിടുന്ന് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുട്ടാപ്പൂന് ലഞ്ച് ബോക്സ് ആണ് നോക്കിയത്. അവിടെ ഉണ്ടായിരുന്ന മരത്തിൻ്റെ ഒരു തവി എടുത്തിട്ട് മായാവി കളിക്കാൻ കേട്ടോ, ഓം ക്രീം കുട്ടിച്ചാത്ത എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കുട്ടാപ്പും ലൂക്കയും കൂടി അവിടെ ഭയങ്കര കളിയായിരുന്നു. ഓരോ സാധനങ്ങൾ നോക്കിയെടുക്കാനായിട്ട് അവർ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ ഇത് വേണ്ട, എനിക്കിത് മതി, ഇങ്ങനത്തെ മതി എന്നൊക്കെ പറഞ്ഞ് ലൂക്കയായാലും ഓരോന്ന് തപ്പിത്തരം നോക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ 2 പേർക്കും കളിപ്പാട്ടം വേണം. അവിടെ വെച്ച് സീനാക്കണ്ടെന്ന് വെച്ചിട്ട് 2 പേർക്കും ഒരുപോലത്തെ തന്നെ മേടിച്ചു എനിമൽസിൻ്റെ ഒരു പ്ലേയിങ് കിറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ബില്ല് ചെയ്ത് നമ്മൾ നേരെ കുരിയച്ചിറയിലുള്ള മമ്മി ഡാഡിയിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ നമുക്ക് ഹാൻഡ് കർച്ചീഫ്, ലഞ്ച് ബോക്സിൻ്റെ ടവല്, അതേപോലെ ഇന്നർ ബനിയന്, പാൻറ്റീസ് ഇതൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇതിനും കൂടി നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ മമ്മി ഡാഡിയിൽ ഇറങ്ങി ഓരോന്നും നമ്മൾ തപ്പിയെടുക്കാൻ കേട്ടോ. അപ്പോൾ 2 പേർക്കും ഒരേ കളറുള്ളത് വേണ്ടാന്ന് വിചാരിച്ചു. സെപ്പറേറ്റ് കളറുള്ള ലഞ്ച് ബോക്സ് ടവലും അതുപോലെ ഹാൻഡ് കർച്ചീഫും ഒക്കെ ആയിട്ട് നമ്മളെടുത്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാൻറ്റീസ് എടുക്കാനും ഇന്നർ ബനിയൻ എടുക്കാനായിട്ട് പോയി. ഇവിടേക്ക് വന്നാൽ അത് നമുക്ക് ഫുൾ സാധനങ്ങൾ, എനിക്ക് തോന്നുന്നു നെല്ലിശ്ശേരി സ്റ്റോഴ്സിൻ്റെ പകുതിയോളം സാധനങ്ങൾ നമുക്ക് ഇവിടെയും കിട്ടും. അപ്പോൾ നമുക്ക് എവിടെയും ആക്സസിബിലിറ്റി കൂടുതലെന്ന് വെച്ചാൽ നമുക്ക് അവിടെ നിന്ന് പോയി എടുക്കാം എന്നുള്ളൊരു ഓപ്ഷനാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത്. അത് കാരണം ഇങ്ങനത്തെ ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് തൃശ്ശൂർക്ക് അങ്ങോട്ട് എത്തിപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ലൂക്കയും കുട്ടാപ്പും കൂടി ഭയങ്കര കളിയാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ 2 പേരെയും കൂട്ടി നമ്മളിന്ന് മസാല ദോശ കഴിക്കാനായിട്ട് പോയി. കുരിയച്ചിറയിലത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മഹേശ്വരിലേക്കാണ് പോയത്. അവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 പേരോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല കുട്ടികളായിട്ട് കൂടെ നടക്കുകയാണെങ്കിൽ മസാല ദോശയൊക്കെ മേടിച്ച് നമുക്ക് പോവാന്നുള്ളത്. അങ്ങനെ 2 പേർക്ക് മസാല ദോശയൊക്കെ വാങ്ങിച്ചു. നമ്മളും കഴിച്ചിട്ട് നമ്മൾ പിന്നെ കുട്ടാപ്പൂനെയും കൊണ്ട് മുടി ഒന്ന് ട്രിം ചെയ്യാനായിട്ട് പോയിട്ടോ. അപ്പോൾ എന്നെയും കുട്ടാപ്പൂനെയും സലൂണിലാക്കിയിട്ട് ലൂക്കയും കുട്ടും കൂടിയിട്ട് വീട്ടിൽ പോയി. അവിടെ എത്തിയപ്പോൾ ഒരു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എന്നും ചെയ്തു തരാറുള്ള ചേട്ടൻ നമുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ നമുക്ക് ഫേവറേറ്റ് ആയിട്ട് 2 പേരായിട്ട് ഉണ്ടാവാറുള്ളത്. അതിൽ ഒരാൾ ലീവിന് പോയേക്കാണ് നാട്ടിലേക്ക്. അപ്പോൾ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ വെയിറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുകയായിരുന്നു. ഇവർ 2 പേരോടായിരുന്നു നമുക്ക് എങ്ങനെയാണ് ചെയ്ത് തരേണ്ടതെന്നൊന്നും നമ്മൾക്ക് അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. അവരിങ്ങോട്ട് ചോദിക്കില്ല. നമ്മൾ സ്ഥിരം ആൾക്കാരായ കാരണം അവർക്കറിയാം. അങ്ങനെ മുടിയൊക്കെ